is NSE, because NSE is the main thing which is stock market is up to. So I just started digging into, okay, what are the courses they are providing. Then I started learning that. ഓക്കെ, നോർമലി ഞാൻ ആക്ച്വലി സെയിം ഒത്തിരി ട്രേഡിങ്ങിനകത്തോടെ പുതിയ ഒരാൾ വരുമ്പോഴത്തേക്ക് എവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റും, ഇല്ലെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ എന്താണ് ഇൻസ്പിറേഷണൽ വീഡിയോസ് കണ്ടിട്ട് അവർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ തന്നെയാണ് ഞാനും ഒത്തിരി ആൾക്കാരുടെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കേരളത്തിനകത്തുള്ളൊരു 2-3 ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പോയി പഠിക്കുകയും ചെയ്തു. പക്ഷെ പഠിച്ചതെല്ലാം ഈ പറഞ്ഞ പോലെ അവർ പഠിപ്പിക്കുന്നതെല്ലാം സ്മാർട്ട് മണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സ്മാർട്ട് മണി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആക്ച്വലി കേരളത്തിനകത്ത് ഭയങ്കര ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് പഠിച്ചിട്ട് അതിനകത്ത് ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്, സോ നമുക്കത് ഒരു അപ്സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു മീഡിയം ലെവൽ വരെ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി ലോസസ് ഉണ്ടാക്കിയ ഒരാളില്ലെന്നുണ്ടെങ്കിൽ ഒക്കെ ഒത്തിരി കയ്യിൽ നിന്ന് കാശ് പോയി ആൻഡ് എൻ്റെ ഒരു 9 to 5 ജോബ് ഉണ്ട്. സോ അതിനകത്ത് നിന്ന് കിട്ടുന്ന സേവിങ്സിൽ നിന്ന് വേണം ഞാൻ എൻ്റെ സെക്കൻഡറി ഇൻകം അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് പഠിച്ചപ്പോഴും എല്ലായിടത്തും ഫോളോ ചെയ്യുന്ന സെയിം തിങ് സ്മാർട്ട് മണി. സോ അപ്പോൾ ഞാൻ അത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് മിനിമം ഒരു 30,000 to 50,000 നമുക്ക് സ്പെൻഡ് ഉണ്ട്. അതെ, അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് നമുക്ക് ആ സ്ട്രാറ്റജി ഒന്ന് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ തന്നെ പിന്നെയും എഗെയിൻ ഒരു 3 to 6 months എങ്കിലും മിനിമം എടുക്കും. നമുക്കത് സക്സസ് ആണോ ഇല്ലെന്നെങ്കിൽ പറ്റുന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പൈസ എടുക്കാൻ പറ്റുന്നുണ്ടോ, ആ സമയത്തും നമ്മൾ ലോസസ് എന്ന് പറയുന്ന സംഭവം നമ്മളെ സൈഡിൽ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനകത്ത് ഞാൻ ഒരു 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻ ആയപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ, കേരളത്തിനകത്തുള്ള സ്കോപ്പ് ആൻഡ് വെനവർ ഐ എം ചെക്കിങ് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എല്ലായിടത്തും പറയുന്നത് ഞാൻ കോഴ്സ് മൊഡ്യൂൾ ചെക്ക് ചെയ്യും. ആദ്യം ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓക്കെ അവർ പറയുന്നത് ഓക്കെ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ 3 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 4 മാസത്തെ കോഴ്സ്. സ്റ്റിൽ എഗെയിൻ ഞാനപ്പോൾ മൊഡ്യൂൾസ് ചോദിക്കാൻ തുടങ്ങി. ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? അപ്പോൾ നമുക്ക് ആ മൊഡ്യൂൾസ് കാണുമ്പോൾ അറിയാം ഓൾറെഡി ഞാൻ നേരത്തെ ഒരു സ്ഥലത്ത് പോയി പഠിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അതിനൊരു 50,000 സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഫിൽട്ടർ ചെയ്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിനകത്ത് ഇതിന്റെ മുകളിൽ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. സോ ബട്ട് സ്റ്റിൽ ഔട്ട്സൈഡ് കേരള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിന്റെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഡൈവേഴ്സ്. അതെ, നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. മെയിൻലി ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡിങ്ങിനകത്തോട്ട് ഇറങ്ങി നിൽക്കുന്നത്. സോ ദേ ആർ മേക്കിംഗ് ഹെൽ ലോട്ട് ഓഫ് മണി. നമ്മൾ അത് കണ്ടിട്ടാണ് ആൾക്കാർ പലരും ഈ പറഞ്ഞ പോലെ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ഇറങ്ങുന്നത്. ആക്ച്വലി കേരളത്തിനകത്തുള്ള ആൾക്കാർ ഡെമോൺസ്ട്രേറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഷോ ഓഫ് ചെയ്യുന്ന പ്രോഫിറ്റ്സിന്റെ ഒരു ലിമിറ്റേഷൻസ് ഒരു 5 year ബാക്ക്വേർഡ്സ് അത്രയും ഇല്ല. ഇപ്പോഴാണ് ഭയങ്കര ഹൈ പൊട്ടൻഷ്യൽ എന്താണ് സ്ക്രീൻഷോട്ട്സും എന്താണ് ലക്ഷറി ലൈഫ് സ്റ്റൈൽസും എല്ലാം കാണിച്ചു തുടങ്ങിയത്. അങ്ങനെ നിന്നപ്പോൾ ഞാൻ ഫസ്റ്റ് റിസർച്ച് ചെയ്ത് ഔട്ട്സൈഡ് ഇറങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് പോയത് NSEയുടെ മെയിൻ സ്റ്റോക്ക് മാർക്കറ്റ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെയാണ് ഞാൻ പോയത്. NSEയുടെ വെബ്സൈറ്റിനകത്ത് അവരുടെ കോഴ്സസ് ഉണ്ട്. സോ ഇഫ് ദേ ആർ പ്രൊവൈഡിങ് കോഴ്സസ് ദെൻ നമ്മൾ ഈ പറഞ്ഞ പോലെ പുറത്ത് പോയി പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ബട്ട് വെൻ ഐ joined in NSE and we are taking an advanced level course of NSE, and when I start learning I get to know that okay, it is not an easy job. It is completely on a mathematical value. നമ്മൾ ഈ പറഞ്ഞ സ്മാർട്ട് മണിയുടെ പോലത്തെ ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊന്നും അല്ല. NSEയുടെ വെബ്സൈറ്റിനകത്ത് പോയിട്ട് നമ്മൾ അതിന്റെ കോഴ്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ സീ. നമ്മളൊരു കടലിനകത്തോട്ട് ഇറങ്ങി നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് എങ്ങനെയാണോ അതിന്റെ 2 ഇരട്ടി കോംപ്ലിക്കേറ്റഡ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ്, നമ്മളൊരു അനാലിറ്റിക്കൽ ലെവലിനകത്തുള്ളൊരു പഠിക്കാൻ വേണ്ടിയിട്ട്. So it took me like more than a year to finish that course, and അത് പഠിക്കാനായിട്ട് ഒരു വർഷത്തോളം സമയമെടുത്തു പഠിക്കാൻ വേണ്ടി മാത്രം. ബിക്കോസ് ഹെൽ ലോട്ട് ഓഫ് മാത്തമെറ്റിക്കൽ വാല്യൂ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ലെവൽസ് ഓഫ് അഡ്വാൻസ് ടെക്നിക്കൽസിലുണ്ട്. ടെക്നിക്കൽസിനകത്ത് വരുന്നത് കംപ്ലീറ്റ്ലി വാല്യൂ ആണ്, മാത്തമെറ്റിക്കൽ വാല്യൂ. അതാണ് ശരിക്കും ഈ റിസൾട്ട് നമുക്ക് അത്രത്തോളം ആക്യുറസി നമുക്ക് തരുന്നത്. മോർ ദാൻ 80% ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നോർമലി ഇപ്പം അറിയുന്ന കേരളത്തിനകത്തുള്ള ആൾക്കാർ പറയും ഹൗ ക്യാൻ യു ദാറ്റ് പോസിബിൾ. സോ ആ സംഭവം പോസിബിൾ ആണെന്ന് ഞാൻ പഠിച്ച് പ്രൂവ് ചെയ്തെടുത്തതാണ്. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനകത്തുള്ള എൻട്രി കഴിഞ്ഞു. NSEക്കകത്ത് ഓൾമോസ്റ്റ് ഐ സ്പെൻഡ് NSEക്കകത്ത് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളതിൽ കാശ് വേണം. സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഒരു സംഭവം ബാക്ക് ടെസ്റ്റ്, ഒരു സ്ട്രാറ്റജി വർക്കിംഗ് ആണല്ലോ ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽ ലോട്ട് ഓഫ് മണി വി നീഡഡ്. ആ പൈസ ഞാൻ എന്താണ് എൻ്റെ 9 to 5 ജോബിൽ നിന്ന് ഞാൻ സേവ് ചെയ്തിട്ട് ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ സ്റ്റോറി ബാക്ക് ടെസ്റ്റ് ചെയ്തു. ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള പ്രശ്നം നമുക്കത് പറഞ്ഞു തരാനായിട്ട് മെന്റർ ഇല്ല. NSE is providing a course and അവർക്ക് എനിക്കൊന്ന് 40 to 50 കോഴ്സസ് അവർക്കുണ്ട് ഡിഫറെന്റ് തിങ്സിനകത്ത്. സോ ആ കോഴ്സ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ബുക്ക് നോളജ് ആണ് കിട്ടുന്നത്.
കിട്ടുന്നത്. നമുക്കത് മാർക്കറ്റിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കുന്നു എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഒരു സംഭവം നമുക്ക് സക്സസ് ആണോ അല്ലെങ്കിൽ നോക്കാനായിട്ട് ഫസ്റ്റ് ഇനിഷ്യൽ നമുക്ക് പേപ്പർ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യാം. ബട്ട് സ്റ്റിൽ അതിന് നമുക്ക് കംപ്ലീറ്റ്ലി അത്രത്തോളം ഒരു റിസൾട്ട് കിട്ടത്തില്ല. ലൈവ് ക്യാഷ് ഇട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് കിട്ടുന്ന റിസൾട്ടിന്റെ ശരിക്കും ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്തു. എനിക്ക് ഒത്തിരി ലോസസും കാര്യങ്ങളും ഇനിഷ്യൽ ടൈമിലുണ്ടായി. ആ സമയത്ത് പിന്നെ ഗ്രാജുവലി ഓക്കെ ഫൈൻ, ഇന്ന വേ ആണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആ സമയത്ത് പറഞ്ഞുതരാൻ മെന്റർ ഇല്ല. ഓക്കെ, ഇന്ന കാര്യം ചെയ്യരുത്, ഇന്ന കാര്യം ചെയ്താൽ കാശ് പോകും എന്ന് പറഞ്ഞുതരാൻ സ്ട്രോങ് മെന്റർ അവിടെ ഇല്ല നമുക്ക്. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് കൂടെ വേണം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട്. സോ അത് ആ പറഞ്ഞ പോലെ ഇനിഷ്യലി ഉള്ള ലോസസ് എല്ലാം പതുക്കെ ഗ്രാജുവലി ഒരു 2 to 3 year ആയപ്പോൾ കട്ട് ഡൗൺ ചെയ്തു. ഞാൻ കംപ്ലീറ്റ്ലി പ്രോഫിറ്റ് ചെയ്തു. So it took you 2 to 3 years to see a proper profit. Of course. Without a mentor, it is not possible to attain such huge levels of accuracy in stock market. You need to have a strong mentor with you. Otherwise, it will be a hard struggle for you.